കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് നിലവിലുള്ള സ്റ്റാറ്റസ് കോ അനുസരിച്ചുള്ള വിജയമായിരുന്നുവെങ്കിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. അവിടെയും UDF എല്ലായിടത്തും വോട്ട് വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കിയാലും അവിടെ എല്ലാം വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് UDF. തോറ്റെടുത്ത് പോലും UDFന്റെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് ചേലക്കരയിൽ. ഇവിടെ LDFന്റെ ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തിരിക്കുകയാണ് UDF. ഇത് കൃത്യമായിട്ടുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്ത് തന്നെയാണ്. എന്തൊക്കെയായിരുന്നു തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കിയത്? ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങളും അവർ ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങളുമുണ്ട്. ഇപ്പൊ ജനങ്ങൾ ആരോടൊപ്പാകുന്നത് കൃത്യമായി നമുക്ക് അറിയുന്നതല്ലേ. അവിടെ ഉയർത്തിയ പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങളെല്ലാം ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സർക്കാരിന്റെ ദുർഭരണം അത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ നടത്തിയ അവഹേളനമുണ്ട്. ദേശീയപാത അതോറിറ്റിയുടെ ഏറ്റവും വലിയ കൊള്ള, അതിനെ പരോക്ഷമായി ന്യായീകരിച്ചതിനുള്ള മറുപടി ഉണ്ട്. എന്തിനേറെ പറയുന്നു, ഏറ്റവും ഒടുവിൽ ക്ഷേമ പെൻഷനുകൾ തിരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്നതിനായിട്ട് എന്തൊക്കെയായിരുന്നു അതിന്റെ പുകല്. ഇലക്ഷൻ ഡേറ്റിൽ പോലും സ്ഥാനാർത്ഥി പറഞ്ഞത് അതിനെതിരായിട്ടുള്ള വിധിയായിരിക്കും വരാൻ വേണ്ടി പോകുന്നതാണ് പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് വളരെ വ്യക്തമാണ്. ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ട്, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കൃത്യമായി ഒരു ദിശയിലോട്ട് പോവുകയാണ്. ഈ സർക്കാർ എങ്ങനെയെങ്കിലും താഴെ പോകണം. അത്രയേറെ മടുത്തു ഈ സർക്കാരിൽ നിന്ന് ജനങ്ങൾ. അതിനെതിരായിട്ടുള്ള ഏറ്റവും നല്ല വിധിയെഴുത്താണ് ഈ വിധിയെഴുത്ത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒന്നാണ്. ഈ തെരഞ്ഞെടുപ്പ് മറ്റു ഒരു കാര്യവും കൂടി ഉണ്ട്. UDF ഉയർത്തിയ വിഷയങ്ങളാണ് LDFന് നേരിടാൻ കഴിയാതെ പോയത്, തെരഞ്ഞെടുപ്പിൽ ചർച്ചയായത് എന്ന് KC വേണുഗോപാലിന്റെ പ്രതികരണം. അതിനിടയിൽ UDF ലീഗ് മുസ്ലിം വികാരം ഇളക്കി വിട്ടു എന്ന് വെള്ളാപ്പള്ളിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ലീഗ് ഇളക്കി വിട്ടത് മതേതര വികാരമാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി തിരിച്ചു പറയുകയും ചെയ്തു. ഒരു പ്രതികരണമാണ്, വെള്ളാപ്പള്ളിയിൽ നിന്ന് പ്രതീക്ഷിച്ച പ്രതികരണമാണ്. സമീപകാലത്ത് ഇടതുമുന്നണിയെ LDFനെ CPMനെ രക്ഷിക്കുന്ന രക്ഷാപ്രവർത്തനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുമുണ്ട്. സമാനമായ ഒരു പ്രതികരണമാണ് ഇന്ന് വന്നത്. ഇപ്പോൾ വരുന്ന KC വേണുഗോപാലിന്റെ പ്രവർത്തനം അത് തികച്ചും രാഷ്ട്രീയമായ സർക്കാർ വിരുദ്ധ വികാരമുണ്ട്. അതിന് കിട്ടിയ വോട്ടാണ്. വളരെ പൊളിറ്റിക്കലായ മറുപടിയാണ് ഇപ്പോൾ KC വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണത്തിലുള്ളത്. ഇടത് നേതാക്കളുടെ പ്രതികരണമാണ് ഇനി അറിയാനുള്ളത്. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ തിരിച്ചടി നഗരസഭാ മേഖലയിലേറ്റു. നഗരസഭയിൽ പിടിച്ചു നിന്നിരുന്നുവെങ്കിൽ UDFനെ ഒരു 5000-6000 റേഞ്ചിൽ ഒതുക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു നിൽക്കാമായിരുന്നു. ഇത് പക്ഷേ കനത്ത തിരിച്ചടിയാണ് LDFനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. 10,000-ന് മുകളിലുള്ള തോൽവി അഫോർഡ് ചെയ്യാൻ LDFന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതും ഇത്രയും പ്രസ്റ്റീജ് ആയിട്ടുള്ള ഒരു മത്സരം നടത്തിയതുകൊണ്ട് ഇനി എന്ത് ന്യായമാണ് ഈ തോൽവിക്ക് അവർ പറയുക എന്നുള്ളത് യുവ നേതാക്കളുടെ പ്രതികരണം അല്പസമയത്തിനകം വരും. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, PK ഫിറോസ്. തെരഞ്ഞെടുപ്പ് രംഗത്തും ഒരുമിച്ചായിരുന്നു ഇവരെല്ലാം. യുവ നേതാക്കളുടെ ഒരു വലിയ സംഘം UDFനായി അവിടെ ഉണ്ടായിരുന്നു. LDFന് വേണ്ടിയും യുവ നേതാക്കളുടെ സംഘം, വസീഫ് ഉൾപ്പെടെയുള്ള യുവ നേതാക്കളുടെ സംഘമാണ് ഉണ്ടായിരുന്നത്. അഭിമാനകരമായ ജയം എന്നത് വിശദീകരിച്ചുകൊണ്ട് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും PK ഫിറോസും അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും.